അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ അറിയാത്തറിവുകൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇങ്ങനെയുള്ളതായ ചെറിയ ചെറിയ അറിവുകൾ നമ്മളത് 1 മണിക്കൂർ വാഴ് കേൾക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ കുറേ നേരം നാം ഇൽമ് ചർച്ച ചെയ്യുന്നതിനേക്കാളും കുറേ കാര്യങ്ങൾ മനസ്സിൽ വെക്കുന്നതിനേക്കാളും ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ 1-2 മിനിറ്റ് കൊണ്ട് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മഹത്തായ സംരംഭമാണ് തർബിയ മീഡിയ അവതരിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് നന്മയായി എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പഠിക്കുന്ന ഇൽമ് അത് നാഫിയായി ഉപകാരമുള്ള ഖബറിലേക്കും ആഖിറത്തിലേക്കും ഉപകാരമുള്ള ഇൽമായിട്ട് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ ഇൽമു പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അപ്പോൾ അത്രയും നമ്മളൊരു ഇൽമിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ പലതും കാണുമെങ്കിലും ഇങ്ങനെയുള്ളതായ ചെറിയ അറിവുകൾ നേടി പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. എല്ലാ അറിവും നമുക്കുണ്ട്, പക്ഷെ നമ്മുടെ മതത്തിൻ്റെ നമ്മുടെ ദീനിൻ്റെ അറിവുകൾ നമുക്ക് കുറവാണ്. അത് വേണ്ട രൂപത്തിൽ പഠിക്കാൻ നമുക്ക് എന്തുകൊണ്ട് മനസ്സ് വരുന്നില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഉണർത്തുന്നത് നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തകരമായ ഇബാദത്താണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. ആ നിസ്കാരം വേണ്ട പോലെ നിസ്കരിച്ചാൽ മാത്രമാണ് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് ആ നിസ്കാരം ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ എന്ന് പറഞ്ഞ് സൂറത്തുൽ മാഊനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തിയതുപോലെ നിസ്കരിക്കുന്നവർക്ക് നരകം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അപ്പോൾ നിസ്കാരത്തിൽ നാം പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്താണത്? നിസ്കാരത്തിൽ 3 അനക്കം, തുടർച്ചയായി 3 അനക്കം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ മുഖത്തൊക്കെ ഒന്ന് ചൊറിയുകയാക്കണമെങ്കിൽ 3-ൽ കൂടുതൽ അനക്കമായി, അല്ലെങ്കിൽ തലപ്പാവൊക്കെ ഒന്ന് ഇങ്ങനെ നീക്കി ഒന്ന് സെറ്റാക്കി, അല്ലെങ്കിൽ കുടുക്കൊക്കെ ഒന്ന് സെറ്റാക്കി, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന മുണ്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടി നാം 3 അനക്കം അനങ്ങാറുണ്ട്. പലപ്പോഴും കൈകെട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വസ്വാസ് വരാറുള്ളത്. അങ്ങനെ കൈകെട്ടിയാൽ നിസ്കാരത്തിൽ പ്രവേശിച്ചിങ്ങനെ 3 അനക്കം അനങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ്. അവന് പിന്നെ 4 റക്അത്തോ എത്ര റക്അത്താണോ നിസ്കരിക്കുന്നത് അതിലൊരു അർത്ഥവുമില്ല, അവൻ്റെ സമയം വേസ്റ്റാണ് എന്നാണ് ഫുഖഹാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അച്ചടക്കമുള്ള നിസ്കാരമാണ് നമുക്ക് വേണ്ടത്. ആ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് 3 അനക്കം അനങ്ങാൻ പാടില്ല. നമ്മുടെ കൈത്തണ്ട ഒരിക്കലും 3ആയിട്ട് ഇങ്ങനെ അനങ്ങാൻ പാടില്ല. കുറേ പ്രാവശ്യം നാം ചൊറിയുമ്പോൾ നമ്മളെ കൈത്തണ്ട അനങ്ങുകയാണ്. അപ്പോൾ ഉസ്താദെ എങ്ങനെയാണ് 3 അനക്കമില്ലാതെ ഒരു കൊതുകടിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ചൊറിയേണ്ട വന്നാലോ ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. അതിനൊക്കെ ഇസ്ലാം പോം വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. തുടർച്ചയായ 3 അനക്കമാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ ശരീരത്തിൻ്റെ കൈവിരലുകൾ, ആ വിരലുകൾ എത്ര അനക്കിയാലും നിസ്കാരം ബാത്തിലാവുകയില്ല എന്നാണ്. ആ കൈത്തണ്ടയോടുകൂടി അനക്കുമ്പോൾ മാത്രമാണ് നിസ്കാരം ബാത്തിലാവുക. അപ്പോൾ ഒരാളുടെ മുഖത്തൊരു ചൊറിച്ചൽ വന്നാൽ അദ്ദേഹം കൈകെട്ടിയിരിക്കുന്ന ആളാണ്. അദ്ദേഹം പതുക്കെ എന്ത് ചെയ്യണം? ആ കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ടൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരൊറ്റ അനക്കമായിട്ടുള്ളൂ. എന്നിട്ട് അവിടെ ഇങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും കൈത്തണ്ട അനങ്ങാതെ ചൊറിയാവുന്നതാണ്. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അങ്ങനെ, ഇവിടെ ആണെങ്കിലും എവിടെയാണോ നമുക്ക് ചൊറിയേണ്ടത് അവിടെ നമുക്ക് ചൊറിയാവുന്നതാണ്. അങ്ങനെ തുടർച്ചയായ ഇണക്കം പാടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എഴുത്തിദാല് ചെയ്യുമ്പോൾ എല്ലാവരും സമീ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടുന്നത് കാണാം. ആ ആട്ടത്തിൽ 3 ആട്ടമാകുമ്പോൾ നിസ്കാരം ബാത്തിലാവുകയാണ്. ഇതുപോലെ തന്നെ ചില ആളുകൾ ഖുർആൻ ഓതുമ്പോൾ, നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആ ശൈലി കിട്ടാൻ വേണ്ടി തലയാട്ടുന്നത് കാണാറുണ്ട്. ആ തല 3 പ്രാവശ്യം ആട്ടുമ്പോൾ അവരുടെ നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ ഈ ഒരു മസ്അല എല്ലാവരും മനസ്സിലാക്കി നിസ്കാരം ഖുശൂഅോടെ നിർവഹിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. ശ്രദ്ധിക്കണമെന്നുണർത്തി വീണ്ടും പുതിയ എപ്പിസോഡുമായി വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.